ഇന്ന് നമുക്ക് പാലും പഴവും എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നായകനായ സുനിൽ പണക്കാരി പെണ്ണിനെ, അതും പ്രായത്തിൽ കുറച്ച് കൂടിയ പെണ്ണിനെ കെട്ടി സെറ്റിലാകുവാനായിട്ട് കള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തു. അതുവഴി നായികയായ സുമിയെ പരിചയപ്പെടും. രജിസ്റ്റർ മാരേജ് ചെയ്യുമ്പോഴാണ് സുനിൽ 23-ഉം സുമി 33-ഉമാണെന്നറിയുന്നത്. പിന്നീട് അവർ സമൂഹത്തിൽ നേരിട്ടത് വലിയ വെല്ലുവിളികളായിരുന്നു. അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായികയായ സുമി തനിക്ക് ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടിയതിന്റെ സന്തോഷത്തിൽ വീട്ടിലേക്ക് ഓടി വരികയാണ്. അത് വീടിന്റെ മുറ്റത്ത് നിന്നും വായിച്ചു കേൾപ്പിക്കും. അപ്പോൾ ചേട്ടൻ സുമേഷ് ഫുഡിനായി അമ്മയോട് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ പുറത്തേക്ക് വന്നതും കാല് തെന്നി വീണ് നടുവിടിച്ചു. അതോടെ അമ്മ കിടപ്പിലായി. സുമിക്കാണെങ്കിലോ ജോലിക്ക് പോകാൻ പറ്റാതെയുമായി. അമ്മ കിടപ്പിലായപ്പോൾ സുമിയുടെ തലയിലായി വീടിന്റെ കാര്യം മുഴുവൻ. മറ്റൊരു വശത്ത് നായകനായ സുനിലിനെ കാണിക്കും. സുനിലാണെങ്കിലോ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനിയാണ്. പഠിക്കാനും മോശമാണ്. മാത്സിൽ തോറ്റപ്പോൾ ടീച്ചറിനെയും കുറ്റം പറഞ്ഞാണ് നടക്കുന്നതും. സുനിലിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടനുമാണുള്ളത്. ചേട്ടൻ പഠിക്കാൻ മിടുക്കനായതിനാൽ സുനിലിന്റെ വീട്ടിൽ ആർക്കും വിലയൊന്നുമില്ല. അവരുടെ നാട്ടിലൊരു പയ്യനുണ്ട്, സുഗു. സുഗു ആണെങ്കിലോ സുനിലിന്റെ ചേട്ടനിട്ട് പണി കൊടുത്തു. പടക്കമെറിഞ്ഞവനെ പേടിപ്പിച്ചു. അത് സുനിലിന് സന്തോഷമായി. അന്നു മുതൽ സുനിലാണെങ്കിലും സുഗുവും ഗ്യാങ്ങുമായി കൂട്ടായി. മറ്റൊരു വശത്ത് സുമിയാണെങ്കിലും വീട്ടുകാര്യമൊക്കെ നോക്കി ജീവിക്കും. വർഷങ്ങൾ കടന്നു പോവുകയാണ്. സുമിയുടെ ചേട്ടനാണെങ്കിൽ വിവാഹവും കഴിച്ചു. വരുന്ന പെൺകുട്ടി തനിക്ക് ആശ്വാസമാകുമെന്ന് സുമി കരുതുമ്പോൾ അവളാണെങ്കിലും സുമേഷിനെ കൊണ്ട് പോവുകയാണ് ചെയ്തതും. സുമിയുടെ കൂട്ടുകാരാണെങ്കിൽ ജോലിക്ക് കയറി. അവരുടെ വിവാഹം കഴിഞ്ഞു. അവരുടെ സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞു. കുട്ടികളുമായി. സുമിക്ക് വിവാഹവുമായില്ല. നരച്ചു തുടങ്ങി. അമ്മയ്ക്കാണെങ്കിൽ സുമിയോട് ദേഷ്യമാണ്. സുമി തള്ളിയിട്ടതുപോലെയാണ് അമ്മ അവളോട് പെരുമാറുന്നതും. സുമിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് കൃഷ്ണകുമാർ എന്നൊരാൾ നടക്കുന്നുണ്ട്. പ്രായം കൂടുതലാണെന്ന കാര്യത്തിൽ സുമി അയാളെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നതും. അമ്മ അവളെ മുതുക്കിയെന്നും മൂക്കിൽ പല്ല് വന്നവളെന്നൊക്കെ വിളിച്ച് കളിയാക്കുമ്പോഴും അതിനൊന്നും മറുപടി നൽകാതെ സുമി നിൽക്കും. സുനിലും കോളേജിൽ പഠിക്കുകയാണ്. സപ്ലി ഉള്ളതിനാൽ അവനെ അച്ഛൻ ഒരുപാട് വഴക്ക് പറയും. അവന് ബിസിനസ് തുടങ്ങുവാനാണ് ആഗ്രഹം. പക്ഷെ അച്ഛൻ സഹായിക്കില്ല. സുഗു ആണെങ്കിലോ പ്രായത്തിൽ കൂടിയ പെണ്ണിനെ ഫേസ്ബുക്ക് വഴി പ്രേമിച്ച് കെട്ടി. ഇപ്പോൾ കോട്ടയത്ത് താമസിക്കുകയാണ്. നല്ല കാശാണെന്നും കൂട്ടുകാർ പറയുന്നത് സുനിൽ കേട്ടു. അത് കേട്ട സുനിലാണെങ്കിലോ ഫേസ്ബുക്ക് എടുക്കുകയാണ്. കാണുന്ന പെൺകുട്ടികൾക്കെല്ലാം റിക്വസ്റ്റ് അയക്കും. ഒരു പണച്ചാക്കിനെ കെട്ടി സെറ്റിലാകണമെന്നാണ് സുനിലിന്റെ ആഗ്രഹം. സുമിയെ പറ്റി അമ്മയാണെങ്കിലോ ഗൾഫിലുള്ള സുമേഷിനോട് കുറ്റം പറഞ്ഞു കൊടുക്കും. സുമേഷ് അയക്കുന്ന കാശെല്ലാം സുമി ദൂർത്തടിച്ച് കളയുകയാണെന്നാണ് സുമേഷും ഭാര്യയും അമ്മയും ഒക്കെ പറയുന്നത്. അതാണെങ്കിൽ സുമിക്ക് വിഷമമായി. കാരണം അവൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അത് അവളുടെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യും പോലെ ആയി. ഉടനെ തന്നെ സുമി തന്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടെങ്കിലും ജോലിക്ക് പോകുവാനായി തീരുമാനിച്ചു. അമ്മ പക്ഷേ എതിർപ്പാണ്. TTC പാസ്സായതിനാൽ സ്കൂളുകളിൽ കയറാൻ ശ്രമിച്ചു. പക്ഷേ പ്രായം കൂടിയതിനാൽ എടുക്കില്ല അവളെ. ഒടുവിൽ അവൾക്ക് ബാങ്കിൽ ക്ലർക്കായി ജോലി കിട്ടി. അവിടുത്തെ മാനേജറിനാണെങ്കിലോ സുമിയെ ഒരു നോട്ടമുണ്ട്. അടുത്ത ദിവസം മുതൽ സുമി ജോലിക്ക് കയറി. അമ്മയ്ക്കാണെങ്കിലോ അതൊട്ടും ഇഷ്ടമാകുന്നതേയില്ല. ജോലിക്കെത്തിയ സുമിയെ എല്ലാവരുടെയും മുന്നിൽ മാനേജർ പരിചയപ്പെടുത്തും. സുമിക്ക് രേവതി എന്ന സ്റ്റാഫുമായി നല്ല കൂട്ടാവുകയാണ്. അപ്പോഴേക്കും സുനിലാണെങ്കിലോ ഫേസ്ബുക്കിൽ പുതിയ ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്ത് പ്രായവും കൂട്ടി നൽകിയിരുന്നു. ടെക്നോ പാർക്കിലാണ് ജോലിയെന്നും ഫേസ്ബുക്കിൽ ആഡ് ചെയ്തു. അതൊക്കെ കള്ളമാണ്. ഒടുവിൽ ദേവു എന്നൊരു പെൺകുട്ടിയുമായി ചാറ്റ് തുടങ്ങി. സുനിലാണെങ്കിലോ അവളുമായി വലിയ പ്രണയത്തിലാവുകയാണ്. ദിവസങ്ങൾ കടന്നു പോകെ കൂട്ടുകാർ പറയും ദേവുവിനെ നേരിട്ട് കാണാനാകുമെന്ന് ചോദിക്കാനായിട്ട്. ദേവുവും അതിന് സമ്മതിച്ചു. ദേവു പറഞ്ഞ റെസ്റ്റോറന്റിലേക്ക് സുനിൽ എത്തുകയാണ്. എന്നാൽ അവിടെ വന്നത് ദേവുവല്ല, ഒരു ദേവനായിരുന്നു. അയാൾ ഒരു ഗേ ആയിരുന്നു. ദേവു എന്ന കള്ളപ്പേരിലായിരുന്നു അയാൾ ചാറ്റ് ചെയ്തതും. ഒരു വയസ്സൻ. സുനിൽ അവിടെ നിന്നും ജീവനും കൊണ്ടോടി. അക്കാര്യം അറിഞ്ഞ കൂട്ടുകാരാണെങ്കിലോ സുനിലിനെ അമ്മാവൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കുവാനായും തുടങ്ങി. അതോടെ പേടിച്ച് ഫേസ്ബുക്കിലുള്ള എല്ലാ പെൺകുട്ടികളെയും അവൻ റിമൂവ് ചെയ്യും. മറ്റൊരു വശത്ത് സുമിക്കാണെങ്കിലോ ഓഫീസിലുള്ളൊരു പയ്യനോട് ക്രഷ് തോന്നി. ഒരിക്കലൊരു സ്ത്രീ ബാങ്കിൽ വന്നിട്ട് തന്റെ മകനെ കുറച്ചു നേരം ഒന്ന് നോക്കാമോ എന്ന് സുമിയോട് പറയും. സുമി അതിന് സമ്മതിക്കും. എന്നാൽ ആ കുട്ടിയാണെങ്കിലോ ആന്റി എന്ന് വിളിച്ചത് സുമിക്ക് ഇഷ്ടമായില്ല. സുമി കുട്ടിയെ നുള്ളി. കുട്ടി കരഞ്ഞ് ബഹളം വെച്ചു. കുട്ടിയുടെ അമ്മ വന്നിട്ട് ആകെ പ്രശ്നമായി. അപ്പോൾ അവൾക്ക് ക്രഷുള്ള ആ പയ്യനാണെങ്കിലോ പ്രശ്നത്തിനിടയിലായിട്ട് അവളെ ചേച്ചി എന്ന് വിളിച്ച് മാറ്റി നിർത്തി. അവൾക്ക് അത് കേട്ടതും സങ്കടം സഹിക്കാനായില്ല. വിഷമിച്ചിരുന്ന സുമിയെ രേവതി ആശ്വസിപ്പിച്ചു. രേവതിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെയുണ്ട്. അക്കാര്യം അവൾ സുമിയോട് പറഞ്ഞു. സുമിയാണെങ്കിലോ രേവതിയെ കൊണ്ട് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എടുപ്പിക്കും. ഏജ് കുറച്ചു വെച്ചു. അവൾ കുറെ പേർക്ക് റിക്വസ്റ്റും അയച്ചു. കൂട്ടത്തിൽ സുനിലും ഉണ്ടായിരുന്നു.
സുനിലിന് ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊരു റിക്വസ്റ്റ് വന്നത്. ആയതിനാൽ അവൻ സന്തോഷത്തോടെ ഹായ് അയച്ചു. സുമിയും തിരിച്ചയക്കും. രണ്ടാളും ചാറ്റിംഗ് ആരംഭിച്ചു. അത് പെണ്ണാണോ ആണാണോ എന്ന് ഉറപ്പിക്കണമല്ലോ. ഒരു വോയിസ് അയക്കുവാൻ പറയുവാനായിട്ട് കൂട്ടുകാരാണെങ്കിൽ സുനിലിനോട് പറയും. അങ്ങനെ സുമി വോയിസ് അയച്ചു. സുമി റിയൽ ആണെന്ന് മനസ്സിലായി അവന്. രണ്ടാളും നല്ല ഫ്രണ്ട്സായി. അതോടെ സുമിയിൽ നല്ല മാറ്റവും വന്നു. അവൾ സന്തോഷത്തോടെ എല്ലാവരോടും പെരുമാറുവാനായും തുടങ്ങി. അവളുടെ പിന്നാലെ നടക്കുന്ന കൃഷ്ണകുമാറിനോടും നന്നായി മിണ്ടും. അമ്മയ്ക്ക് തന്നെ അത്ഭുതമാണ് തോന്നിയത്. ഒരിക്കൽ സുനിലാണെങ്കിൽ ഫോൺ നമ്പർ ചോദിച്ചു. സുമി നമ്പറും കൊടുത്തു. സുനിൽ വിളിച്ച സമയം വീട്ടിൽ അമ്മയും സുമിയും തമ്മിൽ വഴക്കായിരുന്നു. അടുത്ത ദിവസം തിരിച്ചു വിളിച്ച സുമിയാണെങ്കിലും കാര്യം പറഞ്ഞു. വിവാഹ കാര്യം സംബന്ധിച്ച് അമ്മയുമായി വഴക്കായി എന്ന് പറയുമ്പോൾ അത് കേട്ട സുനിലാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിച്ചു. സുമി മറുപടി പറയാതെ കോളും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അവൾ വിളിക്കില്ല എന്ന് സുനിൽ കരുതി. എന്നാൽ സുമിയാണെങ്കിൽ രേവതിയോട് കാര്യം പറഞ്ഞു. നീ എന്ത് തീരുമാനിച്ചെന്ന് രേവതി ചോദിച്ചപ്പോൾ സുനിൽ വന്ന ശേഷമാണ് ഞാൻ സന്തോഷമായി ജീവിതം ആസ്വദിക്കാനായും തുടങ്ങിയത്. ഓക്കെ പറയുവാനായും തീരുമാനിച്ചെന്ന് സുമി പറയും. രേവതിയും അതിനെ സപ്പോർട്ട് ചെയ്തു. ബാങ്കിൽ നിന്ന് എല്ലാവരും മൂന്നാർ ട്രിപ്പ് പോകുന്നുണ്ട്. രജിസ്റ്റർ മാരേജ് ചെയ്ത് നമുക്ക് സുനിലിനെയും കൂട്ടി മൂന്നാർക്ക് പോകാമെന്നും രേവതി പറയും. അപ്പോൾ ഹണിമൂണും ആകുമല്ലോ എന്ന് പറയുമ്പോൾ സുമിയും അതിന് സമ്മതിച്ചു. രജിസ്ട്രാർ എന്റെ FB ഫ്രണ്ടാണ്, നമുക്ക് ശരിയാക്കാമെന്ന് രേവതി പറയും. സുമിക്കും സന്തോഷമായി. സുമി സുനിലിനെ വിളിച്ചിട്ട് തനിക്ക് സമ്മതമാണെന്ന് പറയും. നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അതിനുശേഷം മൂന്നാർക്ക് പോവാമെന്നും അവൾ പറയുകയാണ്. സുനിലും അതിന് സമ്മതിച്ചു. സുനിലിനും സന്തോഷമായി. അവൻ എല്ലാത്തിനും സപ്പോർട്ടായി അവന്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ സുമി പറഞ്ഞ ദിവസമെത്തി. സുമി അമ്മയോട് യാത്രയും പറഞ്ഞിറങ്ങി. എവിടേക്കാ മുതുക്കി പോകുന്നത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ കറങ്ങാൻ പോകുന്നു എന്നായിരുന്നു സുമിയുടെ മറുപടി. അങ്ങനെ അവർ രജിസ്റ്റർ ഓഫീസിലെത്തി. സുനിലും ഗ്യാങ്ങും അവിടെ എത്തും. സുമിക്ക് കൂട്ടായി രേവതിയുമുണ്ട്. ഒപ്പിടാനായി രണ്ടു കൂട്ടരും എത്തി. മാരേജ് രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അറിയുന്നത് സുമിക്ക് 33ഉം സുനിലിന് 23ഉമാണെന്ന്. രണ്ടാളും ഞെട്ടി. ഫേസ്ബുക്കിൽ പ്രായം തെറ്റിച്ചായിരുന്നല്ലോ രണ്ടുപേരും കൊടുത്തിരുന്നത്. രണ്ടാൾക്കും പണി കിട്ടിയതുപോലെയായി. പക്ഷെ അത് പുറത്ത് കാണിച്ചില്ല. നേരെ സുനിലിനെയും കൂട്ടി ടൂർ പോകുവാനായിട്ട് റെഡിയായി നിൽക്കുന്ന സ്ഥലത്തെത്തി. സുനിലിന്റെ സഹോദരനാണെന്നാണ് എല്ലാവരും കരുതിയത്. മാനേജറിന് സുമിയെ ഒരു നോട്ടമുള്ളതിനാൽ സഹോദരനാണ് സുനിലെന്ന് കരുതി അവനെ തന്റെ കൂടെ ഇരുത്തി. റൂമിലും സുനിലിനെ തന്നോടൊപ്പമാക്കി. സുമിയോടൊന്നും മിണ്ടാൻ പോലും സുനിലിന് പറ്റുന്നില്ല. ആ വിഷമത്തിൽ സുനിലാണെങ്കിലോ സുമിയെ ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞിട്ട് പാർക്കിലേക്ക് വിളിച്ചു. അവിടെ കാത്തു നിൽക്കുകയായിരുന്ന സുനിലിനടുത്ത് വന്ന ഒരു മുത്തശ്ശനാണെങ്കിലോ കോൾ ചെയ്യുവാനായിട്ട് അവന്റെ ഫോൺ ചോദിച്ചു. അതിനുശേഷം തന്റെ കൈവശമുണ്ടായിരുന്ന കവർ നോക്കുവാനായും അവനെ ഏൽപ്പിച്ചു. സുനിലാണെങ്കിൽ അതിന് സമ്മതിക്കും. അതേസമയം തന്നെ അവിടെ എത്തിയ പോലീസ് സുനിലിനെ അറസ്റ്റ് ചെയ്തു. കാരണം ആ ഒരു കവറിൽ കഞ്ചാവായിരുന്നു. സുനിലിനെ ആ ഒരു അപ്പൂപ്പൻ ചതിച്ചതായിരുന്നു. പോലീസുകാർ സുനിലിന്റെ ഫോണിൽ കോൾ വന്നുകൊണ്ടിരുന്നത് ശ്രദ്ധിച്ചു. സുമിയുടെ ഫോണിൽ വിളിച്ച് പോലീസ് കാര്യവും പറഞ്ഞു. സുമിയാണെങ്കിലോ മാനേജറിനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലും എത്തി. തന്നോടൊപ്പം വന്നതാണ്, അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് സുമി പറയുമ്പോൾ അതെ, ഇവൻ സുമിയുടെ കൂടെ വന്നതാണ്, സുമിയുടെ അനിയനാണെന്ന് മാനേജർ പറഞ്ഞു. അഡ്രസ് എഴുതുവാനായി നോക്കിയപ്പോഴോ രണ്ടാളുടെയും സ്ഥലങ്ങൾ മാറ്റമായിരുന്നു. പോലീസ് സംശയിക്കുവാനായി തുടങ്ങിയപ്പോൾ സുമിയാണെങ്കിൽ സുനിൽ തന്റെ ഭർത്താവാണ്, ഇന്ന് മാരേജ് രജിസ്റ്റർ ചെയ്തതേയുള്ളൂ എന്ന് പറയും. മാനേജർ അത് കേട്ട് ഞെട്ടി. ചെറിയ പയ്യനല്ലേ സുനിൽ, അതുകൊണ്ട് സുമിയെ എല്ലാവരും കളിയാക്കി. സുനിൽ ഒന്നും മിണ്ടാതെ നിൽക്കും. സുമി പോലീസുകാരോട് കെഞ്ചുന്നത് കണ്ട് കൂട്ടുപ്രതിയാക്കി നിർത്തിയിരുന്ന ഒരു പയ്യനാണെങ്കിലോ ഇവൻ ഒന്നും ചെയ്തിട്ടില്ല, അത് അയാൾ പറ്റിച്ചതാ, ഞാൻ ആളിനെ കാട്ടിത്തരാമെന്ന് പറഞ്ഞു. അതോടെ സുനിലിനെ വെറുതെ വിട്ടു. തിരിച്ചു പോകുമ്പോഴോ സത്യമെല്ലാം അറിഞ്ഞ മറ്റു സ്റ്റാഫുകളാണെങ്കിലോ സുമിയെ കളിയാക്കുവാനായും തുടങ്ങി. സുനിലും സുമിയും ഒന്നും മിണ്ടില്ല. സുമിയാണെങ്കിലോ സുനിലിനെയും കൂട്ടി വന്നത് അവളുടെ വീട്ടിലേക്കായിരുന്നു. ഇതാരെന്ന അമ്മയുടെ ചോദ്യത്തിന് എന്റെ ഭർത്താവാണെന്നായിരുന്നു അവളുടെ മറുപടി. ഒരു കൊച്ചു പയ്യനെ കെട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു മുതുക്കി, നാണമില്ലാത്തവൾ എന്നൊക്കെ സുമിയെ അമ്മ പറയും. നാട്ടുകാരുടെ മുഖത്ത് ഞാനിനി എങ്ങനെ നോക്കുമെന്ന് പറഞ്ഞ് അമ്മ ഉടനെ തന്നെ സുമേഷിനെ വിളിച്ച് കാര്യവും പറഞ്ഞു. സുമി അതൊന്നും മൈൻഡ് ചെയ്യില്ല. അന്ന് രാത്രി സുമി കുളിച്ച് സുന്ദരിയായി റൂമിലേക്ക് വന്നു. പക്ഷെ സുനിൽ പ്രതീക്ഷിച്ച ഒന്നും തന്നെ അന്ന് നടന്നില്ല. സുമി താഴെ പായ വിരിച്ചു കിടക്കും. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന സുമിയെ രേവതി വിളിച്ചിട്ട് അവളുടെ 2 ദിവസത്തേക്കുള്ള ലീവ് ക്യാൻസൽ ചെയ്തു, ഇന്ന് വരണമെന്നും പറയും. അങ്ങനെ സുമി ഉറങ്ങുകയായിരുന്ന സുനിലിനോട് ഒന്നും പറയാതെ അവൾ ജോലിക്കും പോയി. ഓഫീസിലെത്തി സുമിക്ക് അപമാനമാണ് നേരിടേണ്ടി വന്നത്. പക്ഷെ എന്നാലും സുമി അത് മൈൻഡ് ചെയ്യില്ല. മാനേജറിന് സുമിയെ ഒരു നോട്ടമുള്ളതിനാൽ അയാൾ വിചാരിച്ച കാര്യമൊന്നും നടക്കാത്തതിനാൽ ദേഷ്യമെല്ലാം സുമിയോട് തീർത്തു. എല്ലാം അവൾ സഹിക്കുകയാണ് ചെയ്തത്. മറ്റൊരു വശത്ത് ഉറക്കമുണർന്ന സുനിലാണെങ്കിലോ സുമിയെ കാണില്ല. അവൻ ബോറടിച്ച് വീട്ടിൽ നിൽക്കുകയാണ്. അവൻ കൂട്ടുകാരെയൊക്കെ ഫോൺ വിളിക്കുന്നുമുണ്ട്. അമ്മയും അവനെ വിളിക്കും.
എന്റെ മോൻ ജോലിക്ക് പോയതല്ലേ, ജയിച്ചു വരണമെന്നും അമ്മ പറയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ് സുനിൽ. അന്ന് വൈകിട്ട് സുമി ജോലി കഴിഞ്ഞെത്തി. സുനിലിനുള്ള ഫുഡുമായാണ് അവൾ എത്തിയതും. അന്ന് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ സുമി സുനിലിനോട് ജോലിക്ക് എന്നാ ജോയിൻ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. സുനിൽ ടെക്നോ പാർക്കിലാണ് ജോലിയെന്ന് അവളോട് കള്ളം പറഞ്ഞിരുന്നല്ലോ. 2 ദിവസം കൂടി ലീവ് ഉണ്ടെന്ന് അവൻ വീണ്ടും കള്ളം പറഞ്ഞു. അടുത്ത ദിവസം കൂട്ടുകാരെ വിളിച്ചിട്ട് എല്ലാ കാര്യവും തുറന്നു പറയും. താൻ പെട്ടു നിൽക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ സുഖുവേട്ടൻ കോട്ടയത്തല്ലേ, പുള്ളി വലിയ സെറ്റപ്പിലാണ്, പുള്ളിയെ പോയി കാണാനായിട്ട് പറഞ്ഞ് പുള്ളിയുടെ അഡ്രസ്സും കണ്ടെത്തി കൊടുക്കുകയാണ്. അങ്ങനെ മീറ്റിംഗ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞ് സുനിലാണെങ്കിലോ സുഖുവിനെ കാണാനായും പോയി. പോകുന്ന വഴിയിൽ വെള്ളം കുടിക്കുവാനായിട്ട് അവനൊരു കുലുക്കി സർബത്ത് കടയിൽ കയറി. അപ്പോഴാണ് ഒരു കാഴ്ച കണ്ടവൻ ഞെട്ടിയത്. കാരണം ആ കടയിൽ നിന്ന് ജോലി ചെയ്യുന്നത് സുഖുവായിരുന്നു. സുനിലിനെ കണ്ട സുഖുവും ഞെട്ടി. മാറി നിന്ന് സംസാരിക്കുന്ന സുഖിനോട് നിങ്ങൾ ഇങ്ങനൊന്നുമല്ലല്ലോ നാട്ടിൽ അറിയപ്പെടുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അന്ന് ഞാൻ പ്രേമിച്ച പെണ്ണില്ലേ, അവള് വേറെ കെട്ടിയതായിരുന്നു. അവളുടെ ഭർത്താവ് ഞങ്ങളെ കൈയോടെ പൊക്കിയപ്പോൾ ഞാൻ നാട് വിട്ടതാണ്. നീ ഇനി ഇത് ആരോടും പറയരുത്. പിന്നെ നീ എന്തായാലും കെട്ടി. അവളുടെ ചിലവിൽ ജീവിക്കാതെ പേപ്പറെല്ലാം ക്ലിയർ ചെയ്ത് ജോലി വാങ്ങുവാനായും സുഖു പറയും. അതൊക്കെ കഴിഞ്ഞ് സുനിൽ വീട്ടിലേക്ക് വരും. അവനെ കാത്ത് സുമി ഉണ്ടായിരുന്നു. ഇന്ന് എവിടാ മീറ്റിംഗ്, ഞായറാഴ്ചയായിട്ട് ഏത് കമ്പനിയിലാ മീറ്റിംഗ് എന്നൊക്കെ ചോദിക്കുമ്പോൾ സുനിലിന് മറുപടി ഒന്നുമില്ലായിരുന്നു. തന്റെ കള്ളം പിടികൂടിയെന്ന് അവന് മനസ്സിലായി. ഉടനെ തന്നെ സുനിൽ പ്ലേറ്റ് മാറ്റി. എന്റെ ആഗ്രഹം സ്വന്തമായൊരു ബിസിനസ് ആയിരുന്നു. പക്ഷെ വീട്ടുകാരെന്നെ എഞ്ചിനീയറിംഗിന് വിട്ടു. ഞാൻ തോറ്റു. ഞാൻ എന്ത് ചെയ്യാൻ? എന്റെ ആഗ്രഹമൊന്നും അവർ മനസ്സിലാക്കിയില്ല എന്നൊക്കെ സെന്റിയടിച്ചു. അത് കണ്ട് വിഷമം വന്ന സുമി സുനിലിന്റെ ഏതാഗ്രഹവും നേടിയെടുക്കുവാൻ ഞാൻ കൂടെയുണ്ടാകുമെന്ന് വാക്കും കൊടുത്തു. സുനിൽ കരുതിയത് അവൻ ആഗ്രഹിച്ചതുപോലെ ലോൺ എടുത്ത് കൊടുക്കുമെന്നായിരുന്നു. എന്നാൽ അടുത്ത ദിവസം സുമിയാണെങ്കിലോ സുനിലിനോട് സർട്ടിഫിക്കറ്റും എടുത്ത് എന്നോടൊപ്പം വരുവാനായും പറഞ്ഞു. അവൻ കരുതിയത് ബിസിനസ് ചെയ്യാനായിട്ട് ലോൺ എടുക്കുമെന്നായിരുന്നല്ലോ. എന്നാൽ അവളുടെ ഫ്രണ്ട് ജോലി ചെയ്യുന്ന കോളേജിൽ BBAക്ക് ചേർക്കുവാനായിട്ട് കൊണ്ടുപോയതാണ്. സുനിൽ ഞെട്ടി. സുമിയുടെ ഭർത്താവാണെന്ന് കേട്ടതും പ്രിൻസിപ്പാളും ഞെട്ടി. അവനെ കോളേജിൽ ചേർത്തിട്ട് ഇറങ്ങുമ്പോഴേക്കും സുമിയെയും സുനിലിനെയും പിള്ളേരെ കളിയാക്കുവാനായും തുടങ്ങി. അടുത്ത ദിവസം മുതൽ കോളേജിൽ പോകുന്ന സുനിൽ അപമാനിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. പിന്നെ നാണക്കേട് കാരണം അവൻ കോളേജിൽ പോകാതെ നേരെ സുഖുവിനടുത്തെത്തും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകെ കൂട്ടുകാരി വഴി സുനിൽ കോളേജിൽ ചെല്ലാത്ത കാര്യം അവൾ അറിയുകയാണ്. സുമി അടുത്ത ദിവസം ബാഗുമായി ഇറങ്ങുന്ന സുനിലിനോട് കോളേജിൽ പോകാത്ത കാര്യം ചോദിക്കും. ദേഷ്യം വന്ന സുനിലാണെങ്കിലോ, നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തിട്ട് ആ കോളേജിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാനാണ്. നിങ്ങളുടെ ചിലവിന് നിൽക്കുന്നത് കൊണ്ടാണോ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് ചോദിക്കും. സുമിക്ക് നല്ല സങ്കടം വന്നു. അതേസമയം സുമിയെ കല്യാണം ആലോചിച്ച് പിറകെ നടന്ന ആ കൃഷ്ണകുമാറും അമ്മയും അവിടെ എത്തും. സുമിക്കും സുനിലിനും ഇടയിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. കൃഷ്ണകുമാറിന്റെ വിവാഹം ക്ഷണിക്കുവാൻ വന്നതാണ്. അപ്പോൾ അവർ സുമിയെ പറ്റി പറയുന്നത് കേട്ട് ദേഷ്യം വന്ന സുമിയാണെങ്കിലോ അവരോട് വഴക്കിന് ചെല്ലും. നിങ്ങളുടെ മകന്റെ പ്രായം തന്നെയായിരുന്നു എനിക്ക് പ്രശ്നം, എനിക്കും ഇഷ്ടങ്ങളുണ്ട് എന്ന് പറയും. അത് കേട്ട് ദേഷ്യം വന്ന കൃഷ്ണകുമാറിന്റെ അമ്മയാണെങ്കിലോ, നിനക്ക് എന്റെ മകന്റെ പ്രായത്തിനോട് തോന്നിയ അതേ വെറുപ്പുണ്ടല്ലോ, നിന്നോട് ആ പയ്യനും തോന്നും, നീ നോക്കിക്കോ, നീ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ടിറങ്ങി പോവുകയാണ്. അപ്പോൾ കൃഷ്ണകുമാർ ആണെങ്കിലും മാറി നിന്ന സുനിലിനടുത്തെത്തിയിട്ട്, സുനി പാവമാണ്, അവളെ വേദനിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതും. സുനിലിന് അത് കേട്ടതും സുമിയോട് ആത്മാർത്ഥതയും പ്രണയവും തോന്നി തുടങ്ങി. അവൾക്ക് വേണ്ടി പഠിക്കുവാനായും അവൻ തീരുമാനിച്ചു. എന്നാൽ സുമിക്കാണെങ്കിലോ കൃഷ്ണകുമാറിന്റെ അമ്മ പറഞ്ഞതൊക്കെയാണ് മനസ്സിൽ. അമ്മയ്ക്ക് സുനിൽ TV ഒക്കെ ശരിയാക്കി നൽകി. അമ്മയ്ക്ക് ഗുളികകളൊക്കെ സമയത്തെടുത്ത് നൽകുന്നതും അമ്മയുടെ കാര്യമൊക്കെ നന്നായി നോക്കുന്നതും സുനിലായി. എന്നാൽ സുമിയുടെ മനസ്സ് പുകഞ്ഞുകൊണ്ടേയിരുന്നു. ഒരിക്കൽ മാരേജ് സർട്ടിഫിക്കറ്റും എടുത്ത് പോകുന്ന സുമിയുടെ കൈ തട്ടി അവളുടെ ബാക്കിയുള്ള ഫയൽ താഴെ വീണു. അതിൽ നിന്നും സുമിക്ക് ആദ്യം അപ്പോയിന്റ്മെന്റ് കിട്ടിയത് സുനിലിന്റെ സ്കൂളിലെ മാത്സ് ടീച്ചർ ആയിട്ടാണെന്ന് അവന് മനസ്സിലായി. ആ വർഷം അവൻ ആ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. സുനിൽ കോളേജിലെ സുമിയുടെ കൂട്ടുകാരിയോട് വിവരം തിരക്കിയപ്പോഴോ അമ്മ വീണതോടുകൂടി സുമിയുടെ ജോലി, സ്വപ്നം, പ്രണയം എല്ലാം നഷ്ടമായി. അതും സുമേഷിന്റെ വാശി കാരണമാണെന്ന് കൂട്ടുകാരി പറഞ്ഞു. അതേസമയം സുമിയാണെങ്കിലോ ഡിവോഴ്സിനായി വക്കീലിനെ കാണുവാനായും പോയിരുന്നു. മ്യൂച്വൽ ഡിവോഴ്സ് ആണ് നല്ലതെന്ന് വക്കീൽ പറയും. ഡിവോഴ്സ് പേപ്പറുമായി അവൾ ഇറങ്ങുകയാണ്. വീട്ടിലെത്തിയ സുനിലിനെ കാത്ത് സുമേഷും ഭാര്യയും ഉണ്ടായിരുന്നു. സുമിയും അപ്പോൾ അവിടെ എത്തും. സുമിയുടെ മെക്കിട്ട് കയറുകയാണ് സുമേഷ്. സുമിയെ അപമാനിക്കും വിധം അവൻ സംസാരിക്കും. സുനിലും അപ്പോഴേക്കും അതിൽ ഇടപെട്ടു. സുനിലാണെങ്കിൽ സുമിക്ക് ജോലി കിട്ടിയിട്ട് പോകാൻ പറ്റാത്തത് സുമേഷിന് കാരണമാണെന്നൊക്കെ പറഞ്ഞ് അപ്പോയിന്റ്മെന്റ് ലെറ്ററൊക്കെ വായിച്ചു കേൾപ്പിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ സുമി അവിടേക്ക് വന്ന് അത് വലിച്ചു കീറി ദൂരെ എറിയും. എന്നിട്ട് പറയും, നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ഡിവോഴ്സ് പേപ്പർ എടുത്ത് നീട്ടും. അത് കണ്ടതും സുനിൽ ആകെ തകർന്നു പോയി. അവൾ കീറിയ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എല്ലാം എടുത്തു വെച്ച് അവൻ ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്തു. എന്നിട്ട് അവൻ ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എല്ലാം ഒട്ടിച്ചു വെക്കുകയും ചെയ്തു. എന്നിട്ട് അവന്റെ സാധനങ്ങളുമായി അവൻ വീട് വിട്ടിറങ്ങി.
അതെല്ലാം കണ്ട് മിണ്ടാതെ നിൽക്കുകയാണ് അമ്മയും. അമ്മയ്ക്ക് നല്ല വിഷമമായി. വീട്ടിലെത്തിയ സുനിലാണെങ്കിലോ അവന്റെ ചേട്ടൻ വിഷമിച്ചിരിക്കുന്നത് കാണും. കാര്യം തിരക്കിയപ്പോൾ ചേട്ടന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരുന്നു, അത് മുടങ്ങിപ്പോയി എന്ന് പറയും. സുനിലാണെങ്കിലോ ചേട്ടനെ സമാധാനിപ്പിച്ചു. അടുത്ത ദിവസം കൂട്ടുകാരിയെ കാണാൻ പോയ സുമിയാണെങ്കിലോ സുനിൽ ഇനി പഠിക്കാൻ വരില്ല, അവന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം അവന്റെ വീട്ട് അഡ്രസ്സിൽ അയച്ചു കൊടുക്കണം, ഞങ്ങൾ ഡിവോഴ്സ് ആകുവാൻ പോകുന്നുവെന്നും സുമി പറയും. അത് കേട്ട് ഞെട്ടിയ ഫ്രണ്ടാണെങ്കിലോ ഇത് നോക്കിയേ എന്ന് പറഞ്ഞ് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കും. ഒരു ടീച്ചർ കല്യാണമായതിനാൽ ജോലി മതിയാക്കി പോവുകയായിരുന്നു. ആ പാർട്ടിയിൽ സുനിലാണെങ്കിൽ സുമിയെക്കുറിച്ച് പറയും. ടീച്ചറിന്റെ ഭർത്താവിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ആ ടീച്ചർ ജോലി കളയുന്നത്. എന്റെ വിവാഹം കഴിഞ്ഞതല്ലേ, ഞാൻ എന്റെ ഭാര്യയോട് ജോലിക്ക് പോകരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നെ ഇവിടെ പഠിപ്പിക്കാൻ വിടുന്നതും എന്റെ ഭാര്യയാണ്, അവൾ നല്ല മനസ്സുള്ളവളാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ബന്ധത്തെ പറ്റിയൊക്കെ സംസാരിക്കും. അത് കേട്ട സുമിക്ക് സന്തോഷമായി. വീട്ടിലെത്തിയ സുമിയെ കാത്ത് അമ്മയുണ്ടായിരുന്നു. അത്രയും നാൾ അവളോട് ദേഷ്യം കാണിച്ചതിനെല്ലാം അമ്മ മാപ്പ് പറയും. കിടപ്പിലായതിന്റെ ദേഷ്യമായിരുന്നു ഞാനെന്ന് അങ്ങനെ കാണിച്ചതെന്നും പറഞ്ഞ് അമ്മ മാപ്പ് പറയും. സുമിയും അമ്മയും കെട്ടിപ്പിടിച്ച് കരയും. സുനിൽ പാവമാണെന്നും അമ്മ പറയുകയാണ്. റൂമിലെത്തി ഡിവോഴ്സ് പേപ്പറിൽ നോക്കുമ്പോൾ സുനിലാണെങ്കിൽ പ്രണയലേഖനം എഴുതി വെച്ചിരിക്കുന്നത് കാണും. സുനിലിനോട് അവൾക്ക് സ്നേഹം തോന്നി. അവൾ അതുമായി നേരെ സുനിലിന്റെ വീട്ടിലേക്ക് പോയി. അവന്റെ ടീച്ചറാണെന്നാണ് വീട്ടുകാർ കരുതിയതും. പുറത്തേക്കിറങ്ങി വന്ന സുനിലാണെങ്കിലോ സുമിയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. ഇതെന്തെന്ന് ചോദിച്ച് ഡിവോഴ്സ് പേപ്പർ നീട്ടും. വീട്ടുകാർ കരുതിയത് അവനാണെങ്കിൽ ലവ് ലെറ്റർ ടീച്ചറിന് കൊടുത്തുന്ന, എന്നിട്ടൊരു വീഡിയോയും കാണിച്ചു. വേറെന്തോ വീഡിയോ ആണെന്ന് കരുതി വീട്ടുകാരാണെങ്കിൽ അത് വാങ്ങി നോക്കും. അത് ടീച്ചറിനോട് സുനിൽ സംസാരിക്കുന്നതാണ്. അത് കേട്ട ചേട്ടൻ അലറുകയാണ്. കാരണം എന്തെന്നാൽ ആ ടീച്ചറിനെയാണ് ചേട്ടൻ വിവാഹം കഴിക്കാനായിരുന്നത്. സുനിലിന്റെ സംസാരം കേട്ടാണ് ടീച്ചർ ആ ബന്ധം വേണ്ടെന്ന് വെച്ചത്. ചേട്ടനായിരുന്നു ആ വ്യക്തിയെന്ന് സുനിൽ ചോദിക്കും. നീ എന്ത് സ്വാർത്ഥനാടാ എന്നൊക്കെ പറഞ്ഞ് സുനിൽ അവനെ അപമാനിക്കും. എന്നിട്ട് സുമി തന്റെ ഭാര്യയാണെന്ന് മറ്റുള്ളവരെ പരിചയപ്പെടുത്തി. അച്ഛനാണെങ്കിലോ തല കറങ്ങി വീണു. അമ്മയാണെങ്കിൽ അകത്തേക്ക് പോയി. വിളക്കുമായി വരുമെന്ന് അവർ കരുതിയപ്പോൾ ഉലക്കയുമായിട്ടാണ് വന്നത്. സുമിയും സുനിലും അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അതോടുകൂടി സിനിമ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.